പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 10ാം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളുടെയൊക്കെ ഒരുക്കത്തിനാണ് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ഇന്ന് പ്രഭാതത്തിൽ ബലിയർപ്പിച്ചപ്പോൾ എല്ലാ പബ്ലിക് എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് അവരെ അനുഗ്രഹിക്കും. അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വചനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ, ഏശയ്യ 54:13. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മക്കബായരുടെ 2-ാം പുസ്തകം 8-18. അവിടെ വചനം പറയാണ്, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ ആരെയാണ്? അതായത് അങ്കുലി എന്ന് പറഞ്ഞൊരു വിരലേ അല്ലേ, അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അനേകരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചില പ്രതിസന്ധികളെ കുറിച്ചിട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പലരും എന്നോട് പറയും, എന്താണെന്നറിയാവോ, അച്ഛനറിയോ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു റൂൾ വന്നുള്ള വിഷയം എന്താണെന്ന് അറിയാവോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിസ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ പ്രശ്നം നമ്മളിങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും വിഷയം, നമ്മളിങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ ഇതായിരിക്കും വിഷയം. അങ്ങനെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര കൂലങ്കുഷമായ ചർച്ചയാണ്. എന്നാൽ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞത അതിഭീകരമാണ്. പിശാച് ചെയ്യുന്നത് പ്രശ്നത്തെ പർവ്വതീകരിക്കുക, പ്രശ്നത്തെ മാനുഷികമായി നോക്കി ശരിയാണ്, നമുക്കതിന് പരിഹാരമില്ല. എന്നാൽ എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനെ. ആ ഈശോയെ കുറിച്ചിട്ടുള്ളൊരു ധ്യാനം. നമ്മളിങ്ങനെ പ്രശ്നത്തിൻ്റെ ആധിക്യത്തെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്ന സമയം, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ വചനം ആവർത്തിച്ച് പറയുക, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും പ്രശ്നമുണ്ടെന്നേ, പ്രതികൂലമുണ്ടെന്നേ, പക്ഷെ നിൻ്റെ ദൈവത്തിന് പരിഹരിക്കാൻ അത് ബുദ്ധിയിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമല്ല. ഇത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ലൂക്ക 1:37 ആവർത്തിച്ച് പറയുന്നില്ലേ? ബുദ്ധി കൊണ്ട് പറയേണ്ടതല്ല, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കുഞ്ഞുങ്ങളെ, യുവതിവാക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, നമ്മുടെ ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിഭൂതിയാണ്. നോക്കിയേ, ഈ 50 ദിവസം നല്ല കൃപയിൽ ജീവിക്കുക. നോമ്പ്, ഫാസ്റ്റിങ്, സോഷ്യൽ മീഡിയയ്ക്ക് റെസ്ട്രിക്ഷൻ എല്ലാം എടുത്തുകൊണ്ട് ദൈവം നൽകുന്ന പ്രചോദനങ്ങളെ അതിശക്തമായ വിധത്തിൽ അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള കൃപയിൽ, പിന്നെ കടമുള്ള ദിവസമാണെന്ന് അറിയാലോ അല്ലേ, നോമ്പ് ഉപവാസം എടുക്കാനൊക്കെ ആയിട്ട് കടപ്പെട്ട ദിവസം കൂടിയാണ് വിഭൂതിയുടെ ദിവസം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.